ഈ ചാക്ക് കണ്ടാ തോന്നുന്നു ഇത് നിറച്ച് മുരിങ്ങന്റെ ഇല എത്ര ഒന്നും ഇല്ല കേട്ടാ, കുറച്ചുള്ളൂ. നല്ല ഇലയാണ്. എക്സ്ട്രാ എടുത്ത് മരുന്നൊക്കെ കൊടുത്തിക്കണ, പക്ഷെ കെട്ടിയൊക്കെ ചെയ്ത് പ്ലാസ്റ്റർ കെട്ടി ഇപ്പൊ അയച്ചതാണ്. കൊറേ ദിവസമായി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെ വേറെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖാണ്. നിങ്ങൾക്കെല്ലാം സുഖല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നറിയങ്ങള്, ഒരു നല്ലൊരു മറുമരുന്ന് പറഞ്ഞു സ്പെഷ്യൽ വീഡിയോ ആണ്. അതെ, അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതെ, ആദ്യമായിട്ട് കാണലൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ ഉപകാരപ്പെടും. അതാ പറഞ്ഞേ, ഒരുപാട് ഉപകാരപ്പെടും. ഷെയർ ചെയ്താണ്ട് ഒന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതെ, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. കാരണം ഇത് അറിയുന്നവർക്കും ഉണ്ടാവും. ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ്, ശരിക്കും നമുക്ക് അനുഭവം ഉള്ളതാണ്. ദിക്റും സ്വലാത്തും ദുആന്നല്ല, അല്ലിട്ട് ഞാൻ അതുകൊണ്ട് ബേജാറുണ്ട മോചേരിയാണ് തങ്ങളാണെന്നൊക്കെ തങ്ങളാണ് ബീവിയാണ്, അതൊന്നല്ല. ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സംഭവങ്ങളാണ്. ഒരു രോഗത്തിനുള്ള ഒരു മരുന്നാണ്. പിന്നെ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മള് മുത്തു ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ആലുവയില് ല്ലേ, ഒരു ദിവസം എനിക്ക് ഡെലിവറി ബോയ് ഇല്ലാതായപ്പോ പകരം പോക്കുണ്ട് ചിലപ്പൊക്കെ. അങ്ങനെ ഒരു ഡെലിവറി കൊടുത്ത് തിരിച്ചു വരികയാണ്, ടിയാൻഡിക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്ത്, ഓനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു വണ്ടി സൂചിച്ചിട്ടൊരു പോക്കാണ് പോയതേ കണ്ടിട്ടുള്ള. പിന്നെ ആ വണ്ടിയെ കണ്ടിട്ടില്ല, ഒരൊറ്റ പോക്ക്. അത് നേരെ ഓനെ വണ്ടിമേ ഇടിച്ചിട്ടാണ് പോയത്. ഇടിച്ചതും പോരായിട്ട് ഓനെ കാലും കൂട്ടിയിട്ടാണ് ഇടിച്ചിരിക്കണത്. എന്നിട്ട് ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇടിച്ച് ബാക്കി എന്താ സംഭവിച്ചത് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുണ്ടില്ലേ, ഈ ചെറിയ വിരലിനാട്ടാ, ഇതിപ്പോ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ നീര് കെട്ടിക്കാണ്ടാണ് ചെറിയ വിരല്. എന്തുണ്ടായി പറഞ്ഞെടുത്താ? എന്താ ബൈക്ക് അടിച്ചത്? ചെറുതായിട്ട് ഒന്നാണ്ട് ഓനെന്നെ അറിഞ്ഞിട്ടില്ല. ഓനെ ഭയങ്കര സ്പീഡിൽ പോയതാണ്. ആളിന്ന് സുബൈക്ക് എത്തിയതാട്ടാ. സുബൈക്കല്ലേ? 6 മണി. ഞാൻ 6 മണിക്ക് നീച്ചപ്പോ ഇപ്പൊ വിളിച്ചിട്ടിട്ടാണ് ഞാൻ വന്നത്. മുത്തോന്ന് വിളിച്ചിട്ട് ബൈക്കിന്റെ ഒച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. ബൈക്ക് അമ്മ ടച്ചില്ലല്ലോ നിങ്ങനെ, അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത് മുത്തുവിന്റെ കാലിലും കൂടിയും ഒന്ന് പരീക്ഷ നോക്കാൻ ചെയ്യാൻ കാരണം പരീക്ഷണല്ല, അല്ല, ഇത് വിജയിച്ച് പരീക്ഷണം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് മുത്തുവിന്റെ കാലിലും നോക്കണതിന് കാരണം എന്താ വെച്ചാല്, എനിക്ക് എന്റെ കാലിന്റെ മസിൽസിന്റെ ബാക്കിലായിട്ട് ഭയങ്കര ഒരു കുളത്തിൽ വന്നിരുന്നു. കുളത്തിൽ വെച്ചാൽ ഈ വണ്ടിയുടെ ടിപ്പർ ലോറിന്റെ താഴെ ജാക്കി വെച്ചിട്ട്, ആ ജാക്കി നമ്മൾ എന്ത് ചെയ്യും, നല്ല സ്ട്രോങ് ആയിരിക്കും. ലോഡിൽ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ കാലുകൊണ്ട് ചവിട്ടിയിട്ട് ഹെയർ ജാക്ക് ഇല്ലാത്ത സാധാ ജാക്കി ആകുമ്പോൾ നമുക്ക് തിരിക്കണം. അപ്പൊ മഴക്കാലാവും ചളിയാകുമ്പോൾ നമ്മളെ കാലിലെ ചെരുപ്പ് എന്ത് ചെയ്യും, തേക്കി പോകുമല്ലോ. അങ്ങനെ ഈ ലിവറിന്റെ മേലെ ഇങ്ങനെ തേക്കി പോയതാണ് കാല്. അന്ന് തുടങ്ങിയ വേദന എന്താ പറയാ, വർഷങ്ങളോളം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ഒന്നും മാറിയില്ല. അവസാനം മാള് ഒരു ദിവസം എന്നോട് പറഞ്ഞ്, മുരിങ്ങൻ്റെ അതേമാതിരി അരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറോ നോക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോൾ പിന്നെ ഇന്നേ വരെ ആ വേദന എന്താന്ന് പോലും എനിക്കറിയില്ല, വന്നിട്ടില്ല. ഇത് നല്ലൊരു മരുന്നാണ്. എനിക്ക് പിന്നെ അതിന്റെ ഓർമ്മയില്ല ചോദിച്ചാലോ. പിന്നെ വന്നിട്ടില്ല ആ വേദന, ഇന്നേ വരെ പിന്നെ വേദന വന്നിട്ടില്ല. എനിക്ക് ശരിക്കും നിസ്കരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. നിസ്കരിക്കാൻ ഞാൻ ചെയറിൽ ഇരുന്നുകൊണ്ടൊക്കെ നിസ്കരിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ സാധാ മാതിരി നമ്മുടെ സാധാ അത്തയ്യാത്തിന് ഇരിക്കാനും എല്ലിനും സുജൂദ് പോകാനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അൽഹംദുലില്ലാ, സിമ്പിളായിട്ട് നല്ലൊരു മറുമരുന്ന് തന്നെയാണ് മുരിങ്ങയില എന്ന് വെച്ചാല്. അപ്പോൾ മുരിങ്ങൻ്റെ ഇല നമ്മളെ ഈ പ്രദേശത്തൊന്നും ഇല്ലട്ടാ. അപ്പനോട് പറഞ്ഞ് അവിടെ അയൽവാസിയിൽ പോയി നോക്കി, അവിടെ ഇല്ല. ലാസ്റ്റ് വയസ്സമ്പടിക്ക് ബാവക്കാന്റെ വീട്ടിൽ പോയി. വൈകുന്നേരം മരുവിന്റെ നേരാണ് പോയി പൊട്ടിച്ചൊടന്ന് ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഊരി വെച്ചിക്കണേ, ഇനിയിപ്പോ അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒന്നും കൂട്ടൂല, അത് അങ്ങനെ അരച്ചിട്ട് അത് വേറെ മരുന്നാണ്. ഇന്ന് 2 ചികിത്സ ഉണ്ട്. ഇന്ന് 2 ചികിത്സ ഉണ്ട്. കൊറേ ഒന്ന് മുത്തൂന്റെ കാലുമ്പ കെട്ടാണ്, ഒന്ന് എന്നോട് പറഞ്ഞിട്ട് മാസങ്ങളായി. ആ കുരുക്കള് പറഞ്ഞിട്ട് കൊറേ മാസങ്ങളായി. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല. അതിന് ചെറുനാരങ്ങി വേണം, പിന്നെ ഉപ്പും അങ്ങനെ തോന്നും. അപ്പൊ ഇനി ഊരി വെച്ചിക്കണ്. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം.
ഈ ചാക്ക് കണ്ടാ തോന്നുന്നു ഇത് നിറച്ച് മുരിങ്ങന്റെ ഇല എത്ര ഒന്നും ഇല്ല കേട്ടാ, കുറച്ചുള്ളൂ. പക്ഷെ നല്ല ഇലയാണ് കൃഷി മാളോ, നല്ല ഇലയാണ്. ആ അടിപൊളി ഇലയാണ്, നല്ല ഇല. കാരണം ഇപ്പൊ എന്താ പറയാ, കർക്കിടോ എന്താണ്, കർക്കിടം കഴിഞ്ഞില്ലേ? കർക്കിടാൻ കഴിഞ്ഞ ചിങ്ങം പറഞ്ഞാ ചിങ്ങം പറഞ്ഞിട്ടുണ്ട്. ക്യാമറ. അപ്പൊ മുരിങ്ങനെ തോന്നിട്ടിട്ട് ഇനി ബാക്കി എനിക്ക് ഫ്രിഡ്ജിൽ നാളെ കൂട്ടാണ്ടാക്കാലോ. അതെ, കർക്കിട മാസം ആയതുകൊണ്ട് ഒരുവിധം മരത്തിലെല്ലാം മുരിങ്ങല കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മിക്സി അമ്മയമ്മ അരക്കുമ്പോ കുറച്ച് മതി, മിക്സിയിൽ അരക്കുമ്പോ കുറച്ച് തോനാണ്, എന്നാലേ കട്ടിയിൽ നമ്മള് വെള്ളം തോന ഒഴിക്കാൻ പാടില്ല. പേസ്റ്റ് ആക്കിക്കാണ്ട് ഓവർ കട്ടിയായ ഒന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊണ്ടുപോകും, കുറച്ചേ പാടുള്ളൂ. നമ്മൾ എടുക്കാൻ പോകണേ, ഒരു മിനിറ്റ്. ഫുള്ളാണ്ട് എന്താണ് ഇത് കളയണമെന്നൊന്നുമില്ല കേട്ടതാ. കുറച്ച് കറി കൂരണേക്ക് ഊരൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാല് മുരിങ്ങ ഫുള്ള് നീര് പോണ സാധനമാണ്. ഇത് ശരിക്കും നമുക്ക് എങ്ങനെ ഈ അറിവ് കിട്ടിയത് ഫസ്റ്റില്? അതോ സംഭവം ഞാൻ പറഞ്ഞാ, ഞാൻ ലൈവില് പറഞ്ഞല്ലേ, ലൈവില് പറഞ്ഞേ അല്ലേ, ഡോക്ടർ നമ്പറൊക്കെ ചോദിച്ച് കുരിക്കളത്തില്ലേ? ആ ലൈവിലാണ്. അപ്പൊ ലൈവിൽ ഇപ്പൊ എല്ലാരും കാണൂലല്ലോ. അതെങ്ങനെയാ വെച്ചാല് എന്റെ കാല് ഇതേപോലെ ഒരു ദിവസം കൊലയമക്കണ്ട് പോയതാണ്. ഞാൻ ആ ചോട്ടിയിൽ എന്റെ കാല് ഇങ്ങനെ മടങ്ങി, ഇങ്ങനെ കാലിന്റെ നടുവേരില് ഇങ്ങനെ മടങ്ങിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അല്ലേ. ഞാൻ കിടന്ന് ഇങ്ങനെ പെടേന്ന് കിടന്നുകാണ്ട് ആ കോണിമിങ്ങനെ ഇരുന്നിട്ട് ഇമ്മ കാല് ഉയ്യണ്, ബാബ ഉയ്യണ്, എന്നിട്ടൊന്നും എനിക്ക് സമാധാനം ഉണ്ടായില്ല. അപ്പൊ നിക്കക്കളില്ല, കാലിന് വിരല് വീങ്ങുകയും ചെയ്ത് നേരെ വിട്ട് നമ്മളെ ഇവിടെ പുത്തൂരുണ്ട്. കുറകത്താണി പുത്തൂരാട്ടാ, കുറകത്താണി പുത്തൂരുണ്ട്. ഉമ്മർ കുരിക്കള് അറിയും നമ്മളെ നെസ്രി ചിക്കന്റെ അടുത്തുകൂടി അതിന്റെ അടുത്തുള്ളൊരു ഫോളോ ബ്രിഡ്ജ് സ്വന്തം ഒരു കടലിയാ. ഒന്നുമില്ല, നെസ്രി ചിക്കൻ കുറുകത്താണി കഴിഞ്ഞ ഉടനെ റൈറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഉമ്മർ കുരിക്കള് അവരെ കാണിച്ച് കാണുന്നവർക്ക് നിസാറാണ്, കുരിക്കളല്ലേ ഇവിടെ അല്ലേ നമുക്ക് മുറ്റത്തെ പോലൊക്കെ മണല്ലാറിനേക്ക്. പക്ഷെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഭാവന്റെ ഷോൾഡർ വേദന മാറിയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേ പോകുള്ളൂ. എന്തുണ്ടെങ്കിലും നമ്മള് കുരുക്കളെ കാണിച്ചതെന്നറിയും. അങ്ങനെ ആ ഫ്ലാഷ് അങ്ങനെ എന്താ പറയാ, ആ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് എന്റെ കണ്ണിന് എന്തോ പോരാ. അങ്ങനെ അവിടെ പോയി കാണിച്ചിട്ട് ഒരു മരുന്നൊന്നും എഴുതിയോ ഇല്ല. നമുക്ക് മരുന്നൊന്നും എഴുതിയില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമല്ലോ. മരുന്നൊന്നും എഴുതി കഴിഞ്ഞപ്പോ എന്റെ മാറൂല. ഏതായാലും പറഞ്ഞ് മുരിങ്ങേൻ്റെ അരച്ച് ഒന്നും വേണ്ട, കുറച്ച് മുരിങ്ങേൻ്റെ എടുത്തുകൊണ്ട് അരത്തിക്കാണ്ട് വരിഞ്ഞ് കെട്ടിയാൽ മതി കെടുക്കുമ്പോ തന്നെ. പിന്നെ വേറെ കാര്യം, ഇത് ചെയ്യുമ്പോള് കെടുക്കുമ്പോ ചെയ്യും വേണം. രാത്രി പകല് ചെയ്യാൻ പാടില്ല. പകല് നമ്മള് ഇളകിക്കൊണ്ടിരിക്കും. രാത്രി ഉറങ്ങാൻ നമ്മുടെ ശരീരം മൊത്തം ഉറങ്ങാണ്, അപ്പോഴത് ഫലിക്കുള്ളൂ. പറഞ്ഞെന്താ വെച്ചാല് പകലൊന്നും കെട്ടിയിട്ട് കാര്യമില്ല. രാത്രി നമ്മള് കിടക്കപ്പായിൽ കിടക്കണ നേരത്ത് കെട്ടിയിട്ട് കിടക്കുക. രാവിലെ ആവുമ്പോൾ അത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും, പറ്റി പിടിച്ചിട്ടുണ്ടാവും. രാത്രി നമ്മള് അങ്ങനെ പറഞ്ഞ് രാത്രി കിടക്കുമ്പോ ഇപ്പൊ വിരല് മുഴുവൻ പൊതിയണ രീതിയില് മുരിങ്ങന്റെ അരച്ചിട്ട് പൊതിഞ്ഞിട്ട് തുണി ഇട്ടിട്ട് നല്ലോണം കെട്ടിയിട്ട് 3 ദിവസം കെട്ടിയാൽ മതി. 3ാമത്തെ ദിവസം നിങ്ങൾക്ക് വേദന ഒന്ന് മാറിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഞാൻ വന്നതിന് ശേഷം ബാവ ഏതായാലും ഊരി അരച്ച് കാലുമ്പോ കെട്ടി 2 ദിവസം കെട്ടിയിട്ടുള്ളൂ. 3ാമത്തെ ദിവസം കെട്ടേണ്ട ആവശ്യം വന്നിരുന്നാലും കെട്ടി പയറ് പോലെ ഓടിച്ചാടി നടന്ന് ഫുള്ള് മാറി. ഇന്ന് വരെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, രാത്രി ഉറങ്ങുമ്പോ ഇത് കെട്ടണം എന്ന് പറയാൻ കാരണം പകല് നമ്മള് ഇനിയിപ്പോ റെസ്റ്റ് എടുക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണത്താല് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എണീക്കേണ്ടി വരും. അങ്ങനല്ല, രാത്രി അതിന്റെ ആവശ്യമില്ല. പകല് നമ്മള് ബാത്റൂമിൽ പോണ്, നമ്മള് നീച്ചോണ്, നമ്മളിങ്ങനെ നീച്ചു, അത് എണീക്കേണ്ടി വരും. രാത്രി നമ്മള് നീച്ചൂലല്ലോ. ഒരു ഉറക്കുറങ്ങി നമ്മളെ ഫുൾ റെസ്റ്റിലാണ്, കയ്യായാലും കാലായാലും റെസ്റ്റിലാണ്. നമ്മള് പകല് ഉണർന്നിരിക്കണ്ടെങ്കിലും നമ്മളെ കജ്ജും കാലൊന്നും റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ രാത്രിയാണ് ഇത് ചെയ്യണുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ കൈവേദന കാലുവേദന ഒക്കെ ഉള്ളവര് രാത്രിയാണ് ഇത് വെക്കാൻ നല്ല കേട്ടാ. പിന്നെ ഇത് അരക്കല് തനി നമ്മളെ മൈലാഞ്ചി അരക്കൂലേ, അത്രേ ഉള്ളൂ. മൈലാഞ്ചി അരക്കല് ആ പേസ്റ്റില് എല്ലാവർക്കും അറിയാം മൈലാഞ്ചി അരക്കല്. ആർക്കും അറിയാത്ത മൈലാഞ്ചി ഇല്ലാത്ത നാടില്ല. മൈലാഞ്ചി ഇല്ലാത്ത നാടില്ല. മൈലാഞ്ചി അരക്കണ വൈക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ഓരോ വെള്ളം ഒഴിച്ചാൽ ഒന്നായിട്ട് ഒലിച്ചിറങ്ങൂട്ടോ, അതിന് തന്നെ അത് ശ്രദ്ധിക്കണം. ഇതണ്ടാ ഈ പേസ്റ്റ് ഈ പരിവാവും. ഇനി വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഇനി അരയണം, പക്ഷെ വെള്ളം ഒഴിക്കരുത്.
ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. പരുവത്തിലാവണ്ടല്ലേ? എന്താ വെച്ചാല് അല്ലഞ്ഞാല് നമ്മള് കാലുമ്പോ ഇങ്ങനെ വലിച്ചിറങ്ങിക്കാണ്ട് കിടക്കാം പൈലൊക്കെ ആവും. നല്ല വരിഞ്ഞ് കെട്ടണം. 2-3 കട്ടിയുള്ള തുണി എടുത്തിട്ട്, കട്ടിയുള്ള തുണിയല്ല ഇങ്ങനെ പുറത്തേക്ക് പോരാത്ത രീതിയില് ഇതന്നെ ഒന്നുകൂടി ടൈറ്റ് ഉണ്ടെങ്കിൽ എന്നുള്ളതുണ്ട്. അടാ കുറച്ച് ഏറിക്കണ്. ഇതിലും ടൈറ്റ് ആവണം. ഇത് വലിയ ജാറായതുകൊണ്ട് അത് ശരി കുഴപ്പമൊന്നുമില്ല. അപ്പതാ ശരിക്കും മൈലാഞ്ചി അരച്ച പോലെ അതിനെ നല്ല കുറുന്ന അല്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? അപ്പൊ അവന്റെ കാലിന് എക്സ്റേ എടുത്തപ്പോള് ചെറിയൊരു പൊട്ടുണ്ട് എന്നാ പറഞ്ഞേട്ടാ. ചെറിയൊരു പൊട്ടിന്റെ പൊട്ടി ഇങ്ങനെ നിൽക്കുമല്ലോ ഇതാവാതെ ഒരു വിള്ളൽ വന്നിക്കണ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എക്സ്റേ എടുത്ത് മരുന്നൊക്കെ കൊടുത്തിക്കണ. പക്ഷെ കെട്ടിയൊക്കെ ചെയ്ത് പ്ലാസ്റ്റർ കെട്ടിയപ്പോൾ അയച്ചതാണ്. കുറേ ദിവസമായി മാറിയിട്ടില്ല. അവിടെ നിന്നിങ്ങനെ പണിയെടുക്കുക. നിന്നുള്ള പണിയാകുമ്പോൾ ഇങ്ങനെ ഈ ശനി ഞായറും വെള്ളിയാഴ്ചയൊക്കെ നല്ല തിരക്കാണ് കറണ്ടിയിൽ. അപ്പോൾ ഓനിക്ക് ഈ ഓടി നടന്ന് പറ്റണില്ല. അതാണ് ഇപ്പോൾ ഓന് ചെയ്താണ് റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിക്കണത് കാലോണ്ട് വയ്യായിട്ട്. അപ്പോൾ പിന്നെ കൂടിൻ്റെ ചെരുപ്പല്ലേ അത് ഇടാൻ പറ്റണില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇടല്ലോ തൊപ്പി ആക്കിയിട്ട് ഇങ്ങനെ പൊതിയ. അതിനിപ്പോൾ എവിടെ ആയാലും അവിടെ ആ വേദനയുള്ള സ്ഥലത്ത് ഇത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് കേടുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നായിട്ട് ഇങ്ങനെ പൊത്തി കൊടുക്കുക. എന്നിട്ട് തുണി വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. അപ്പോ ഇതേപോലെ വെച്ചിട്ടില്ലേ? ചെക്കൻ്റെ വിരലാഞ്ചി ഉണ്ട വിരലായതുകൊണ്ട് പൊതുവെ വലിയ വിരലാണ്. പെരുങ്കാലാണ് എൻ്റെ ബാപ്പാന്റെ സെയിം കാലാണ്. കുറച്ച് അതിനപ്പുറത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ കുറച്ചപ്പുറം വെക്കാണെങ്കിൽ ഉണ്ടാ വേദന. വിരല് ഫുള്ള് പൊതിഞ്ഞിരിക്കണം ഇപ്പോ. ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റാണ് ഈ കാലായതുകൊണ്ട് ചെയ്യാനുള്ള എന്താ അറിയോ? ഇങ്ങനെ കെട്ടണം. എന്നാല് ഇങ്ങനെ സെന്റർ കീറിങ്ങാണ്ട് അപ്പൊ കുരിക്കള് കാര്യമായിട്ട് നന്നായി കെട്ടിയിട്ടുണ്ട്. ഓനക്ക് ഇതേപോലെ മുമ്പ് ഞാൻ കെട്ടി കൊടുത്തു. എന്തിനാ എന്തോ ഒരു സംഭവത്തിന് ഞാൻ ഓനക്ക് ഇതേപോലെ കെട്ടി കൊടുത്തു മാറിയില്ലേ? ഇതേപോലെ അപകടം കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെയാണ് കെട്ടേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ വെച്ച് കെട്ടുക. ബാക്കിയൊക്കെ പക്കയാണ് കേട്ടാ. ഓക്കെ ഇത് കണ്ടില്ലേ? ഇവിടെ ഇതിങ്ങനെ ഒരു മുഴ എണ്ടാ ചെറുവേലിന്റെ ഇവിടെ. അപ്പൊ ഇത് വെച്ചാല് ഈ സെയിം മുരിങ്ങന്റെ ഇല ഇത് ഞങ്ങള് കാണിച്ചപ്പോ പറഞ്ഞ ഈ സെയിം മുരിങ്ങന്റെ ഇലയെ കുറച്ച് നാരങ്ങനീരും ഉപ്പും ഇട്ടുകാണ്ട് ഇതേപോലെ കെട്ടാൻ 14 ദിവസം ചെയ്താല് ആ സംഭവം അവിടെ ഉണ്ടാവില്ല എന്നോട്. പക്ഷെ ഞാൻ ഇന്നുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തൊക്കെ ചെയ്യണ്ട? ചെറുനാരങ്ങ അതിൽ ഉറ്റിക്കുക, ചെറുനാരങ്ങ നീരും ഉപ്പും അതിൽ ചേർക്കുക, മുരിങ്ങന്റെ ഇലയില് ചേർത്തുകാണ്ട് അരച്ചിക്കാണ് അതിപ്പോ കെട്ടാന്. ഞാൻ ഇന്നുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പറഞ്ഞിട്ട് മാസങ്ങളായി, ഒരു കൊല്ലത്തോളായി. അപ്പൊ ഇതേപോലെ അതൊന്ന് ചെയ്ത് നോക്കല്ലേ? ചെയ്തോക്കാം. അപ്പൊ ഇതിനുള്ള ചേരുവകൾ തുടങ്ങിയിട്ടുണ്ട്. ചേരുവകള് ചെറുനാരങ്ങ, അതായത് ഈ വെള്ളറും ചെറുനാരങ്ങ ഇത് കൂട്ടി അരക്കാനാണ് പറഞ്ഞത്. പിന്നെ കൈമ ഉപ്പാവല്ലോ. എത്ര ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചാണ് ഇട്ടിക്കണ്, അളവൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ കല്ലിപ്പ് അരച്ചതുകൊണ്ടേ മറ്റേ കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് നല്ല ടൈറ്റുള്ള പാലെടുക്കോ, ലൂസാവണ്ട. മിക്കവാറിന്റെ കാല് തൂക്കിടേണ്ടി വരും കേട്ടാ. കിടക്കില് വെള്ളയാണ്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതെന്താ തഴമ്പൊന്നും അല്ല തോന്നുന്നു. എന്താ സംഭവം? ചില നേരത്തെ ഭയങ്കര വേദന വരും. എത്ര ദിവസം ഇങ്ങനെ കെട്ടണം എന്തേലും പറഞ്ഞതാ? 14 ദിവസം. അപ്പൊ ഇന്ന് മുതൽ 14 ദിവസം കണ്ടിന്യൂ ആയിട്ട് കെട്ടണം നമുക്ക്. ആ ബാവാക്കട ഇഷ്ടം പോലെയാണ്. മരുന്നിന് വേണ്ടി കൊണ്ടുപോയിക്കോന്ന് ബാവാക്ക പറഞ്ഞിങ്ങനെ. ഇത് കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുഴയാണ്. ശരി, 14 ദിവസം ഒന്ന് കെട്ടി നോക്കട്ടാ. അപ്പൊ എന്റെ കാലമത്ത് കൊറേ ഇങ്ങനെ കെട്ടാൻ പറിച്ചു തുടങ്ങി. ഞാൻ കെട്ടിട്ട് ഇപ്പൊ മുത്തൂന് കൊടുന്നതല്ല. അപ്പൊ പിന്നെ
മുരുകന്റെ ഇതിന് മുന്നേ ഇവിടെ കൊടുന്നൊക്കെ ഞാൻ ചെയ്തില്ല. കൊണ്ടുവന്നിക്കണേ. നമ്മൾ വല്ലാതെ കെയർ ചെയ്യൂലല്ലോ. അതെ. നമുക്ക് ഇവർക്കും മക്കൾക്കൊക്കെ എന്തുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് നമ്മളത് കാഴ്ച കെട്ടി കൊടുക്കും. ഞാൻ കൊണ്ടുവന്ന ആദ്യമായിട്ട് നേരെ താളിക്കും മുരിക്കൻ്റെ അല്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും കെട്ടാൻ നോക്കിട്ട് ഞാൻ ചെയ്ത് നോക്കട്ടെ, മാറോ നോക്കട്ടെ. മാറുന്ന അയാൾ ഉറപ്പ് പറയണം. 14 ദിവസം കണ്ടിന്യൂ ചെയ്താല് 15-ാമത്തെ ദിവസം 14 ദിവസം ചെയ്താൽ തന്നെ മാഞ്ഞു പോകും, ആ സംഭവം അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്ത് നോക്കട്ടെ, ചെയ്തിട്ട് മാറുകയാണെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കട്ടെ. ഇങ്ങനത്തെ സംഭവം കാലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവണം. മാറുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ള അനുഭവം വെച്ചിട്ട് മാറും, ഇവക്ക് ഇതിനെ മുമ്പുണ്ടായ അനുഭവം വെച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മാറുകയാണെങ്കിൽ ഇന്നലെ പ്രസക്തി ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് എന്താ വെച്ചാല് ഇപ്പൊ ഇവന് അവിടെ വെജാ തന്നേനെ പറഞ്ഞാണ്, എടാ അവിടെ മുരുകൻ്റെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അവിടുന്ന് മിക്സിയിൽ അരച്ച് കെട്ടിക്കാളെ. പക്ഷെ അവിടെ മുരുകൻ്റെ ഉണ്ട്, പക്ഷെ ആരെ വീട്ടിൽ പോയാ ചോദിക്കുക, പരിചയമില്ലാത്ത നാടല്ലേ. വീട്ടിലുണ്ട് തന്നെ അവിടെയൊക്കെ കാണാണ്ട്, പക്ഷെ എങ്ങനെ ഇപ്പൊ ചോദിക്കുക, ആരാണ്ട് വേറെ ഏതോ നാട് നമ്മളെ നാടൊക്കെ വെച്ചെങ്കിൽ നോക്കി കുറച്ച് മുരുകൻ്റെ പൊട്ടിക്കറ്റെ പറയാം. എറണാകുളം അവിടെ അല്ലേ, കൊച്ചിയിലല്ലേ. അപ്പൊ അവിടെയൊക്കെ എങ്ങനത്തെ മനുഷ്യന്മാരാ, തരുമോ ഇല്ല അറിയില്ലല്ലോ, ചോദിക്കൂലല്ലോ. അപ്പൊ നമ്മള് ചോദിക്കണമെങ്കിൽ പോലും ചോദിക്കൂലല്ലോ. അപ്പൊ എന്താണ് അങ്ങനെ ഇത് ഇന്റെ തന്നെ അത്ഭുതമാണ്. ടിപ്പർ ലോറി 6 വീല് വലിയ വണ്ടിയില്ല, അത് പഞ്ചറായിട്ട് ലോഡിലാണ് പണി. അപ്പോൾ ജാക്കി പെട്ടെന്ന് കയറൂല. അപ്പൊ ഞാൻ ബാക്കിൽ ഇങ്ങനെ നമ്മൾ പൊന്തിച്ചിരിക്കൂലേ, അങ്ങനെ ഇരുന്ന് കണ്ട് ജാക്കി ഹൗസിങ്ങിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ ജാക്കിന്റെ ലിവറിന് ഇങ്ങനെ ചവിട്ടണം നമ്മള്. അപ്പോഴാണ് കറങ്ങി കിട്ടിയാണ്ട് വണ്ടി ജാക്കിയുമ്പോൾ പൊന്തുള്ളൂ. അതിൽ നല്ല ബലത്തിൽ ചവിട്ടുമ്പോൾ കാല് ശില്പായി കണ്ടാണ്ട് പോയി. അതിലൊരു കുളത്തിലും വന്നേ. അതിന്റെ ശേഷം പിന്നെ ഒന്നിനും വയ്യ, നേരത്തെ പറഞ്ഞ് നിസ്കരിക്കാനോ ഒന്നിനും വയ്യ. കുറെ ഫിസിയോതെറാപ്പി ചെയ്ത് കുറെ ഒന്നും കൊണ്ടും മാറിയില്ല. ലാസ്റ്റ് ഇതാ ഈ മുരിങ്ങയില അരച്ചിട്ട് കെട്ടിയതുകൊണ്ടാണ് മാറിയത്. എനിക്ക് ഊരവേദനക്കും വേണ്ടിട്ട് ആരോഗ്യശാലയിൽ പോയി. അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞു മുരിങ്ങയില അരച്ച് കെട്ടാന് പറഞ്ഞില്ലേ. അയാളും പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യണമല്ലോ. ആരോഗ്യശാലയിൽ പറഞ്ഞേ മുരിങ്ങയില അരച്ച് കെട്ടിയാൽ മതിയെന്ന്. അത് കെട്ടി ഒരു കുറെ ദിവസം കെട്ടി. പിന്നെ കെട്ടാതായി. പിന്നെ ആ സംഭവം ഇല്ല, മറന്ന്. മുത്തൂന് ഇതേപോലെ ഒരു അപകടം ഉണ്ടായിട്ട് മുത്തൂര് കാലിൻചുട്ടിന് ഇതേപോലെ വേദന ഉണ്ട്, അതും ഞാൻ കെട്ടിക്കൊടുത്തിരുന്നു. അതും പിന്നെ മാറി. അപ്പൊ മുരുകന്റെ നല്ലൊരു മരുന്നാണ്. എല്ലാവരും ചെയ്യണോലുണ്ടാവും കേട്ടാ, നിങ്ങൾ ചെയ്യണോലുണ്ടാവും. ചെയ്യാത്തവർക്ക് ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയണതന്നെയാണ് ഈ കാരത്. അപ്പൊ ഞാൻ നമുക്ക് മാത്രം അറിയാമെന്നൊന്നും പറയില്ല, നമ്മൾക്കുള്ള അനുഭവം പറഞ്ഞാണ്. നമുക്ക് ഇങ്ങനെ അപ്പൊ ചെയ്യണോല് ചെയ്തോളി. ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോണ്ടി. ഈ കാലുവേദന വീണുകാണൊക്കെയുള്ള നല്ലത്. ഇപ്പൊ ഈ രോഗത്തിനും ഇതേപോലെ ഇതിപ്പോ പെട്ടെന്ന് ഇതേപോലെ നമ്മള് ഈ ചിറലിന്റെ കാലിന്റെ ഇവിടെ ഇതിങ്ങനെ എല്ലിങ്ങനെ പൊന്തി എല്ലാം. ഞാൻ എന്താ സംഭവം തയമ്പ് പോലെ സാധനം. അപ്പൊ ഇങ്ങനെ നെക്കി നോക്കിക്കാണ്ട് അറിഞ്ഞാ ഇത് മുരുകൻ്റെ കുറച്ച് ചെറുനാരങ്ങിന്റെ നീര് ഒപ്പിട്ട് കാണ്ട് അതാണ് അരച്ച് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. സിമ്പിള്. നമ്മളിപ്പോ നമുക്ക് ആളടുത്തൊക്കെ പോയി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ മരുന്നൊന്നും തന്നില്ല, ഇതാ തന്നത് അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതാ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ അറിയുള്ളൂ. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ളെങ്കിൽ പോയി നോക്കണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കോണ്ടേ. എന്തെങ്കിലും രോഗത്തിന് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കുരുക്കൾ നല്ലതാണ് പോലും ഇല്ല. അപ്പോൾ നമുക്കുള്ള അനുഭവങ്ങൾ പറയാം. ഞങ്ങളെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോ വലിയ പറച്ചിലില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഉപകാരപ്പെടുന്ന 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഫാമിലിക്ക് ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ എന്തെങ്കിലും കയ്യിന് വീക്കങ്ങളോ അല്ലെങ്കിൽ കൈയടച്ചിലോ ഈ ഷോൾഡർ വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ്റണോലുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണിക്കുക. ചിലപ്പോ മാറും. ആർക്ക് പറയാൻ ഞാൻ പറയുമ്പോ എന്താ വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി എന്നിട്ട് കാണിച്ചാൽ മതി. ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ നീർക്കെട്ട് വേദനയൊക്കെ ഉള്ളടത്ത് മുരിങ്ങൻ്റെ വെച്ച് കെട്ട് വെക്കും. നമ്മള് ഇതുവരെ ചെയ്തോടത്തോളം നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ചെയ്തോണ്ടി തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തില്. കാരണം എനിക്ക് വന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഇനി ഞാൻ കഷ്ടപ്പെട്ടിന്ന് ഒരുപാട്. ഒന്ന് ഈ പിന്നെ മെയിനായിട്ട് നമുക്ക് നിസ്കരിക്കാന്, അതുപോലെ തന്നെ എന്താ പറയാ ഒന്നിനും വയ്യ. ഞാൻ ഇരുന്നുകാണ്ടൊക്കെ ഞാൻ ഇവിടെ എന്ത് പ്രശ്നം അത് അയാളെ പറഞ്ഞതിന് ശേഷം നമുക്ക് മാറിന്ന് കണ്ടല്ലോ. എന്ത് ചെയ്യും എപ്പോഴും മുരുകന്റെ അരച്ചിട്ടേ മതി, മുരുകന്റെ അരച്ചിട്ടേ മതി. ആരോട് പറഞ്ഞെങ്കിലും തന്നെ ആ മുരുകന്റെ അരച്ചിട്ടേ മതി എന്നാണ് ഞങ്ങൾ ചെയ്തോടത്തോളം കാര്യങ്ങൾ ഞങ്ങൾക്ക് മാറി. ചിലവർക്ക് വിശ്വാസം വരൂല മുരുകന്റെ. ഞാൻ ഇപ്പൊ ഇന്നിപ്പോ ഒരാളോട് പറയുമ്പോ അത് മുരുകന്റെ കെട്ടിയാ മതിയാ, അത് വേറെ സാധനം പറഞ്ഞ അത് കെട്ടണോ, മുരുകന്റെ കെട്ടേണ്ടി ഞാന്. ആയുർവേദത്തിനെ കുറിച്ച് അറിയാത്തവർക്കാണ് മനസ്സിലാവാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും 100% മാറുന്നു, 100% ഉറപ്പുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വെജായി ഉള്ളോല്, കാലുവേദന കടച്ചിലൊക്കെ ഉള്ളോല് അവിടെ ഈ കറക്റ്റ് ആ വേദനയുടെ സ്ഥലത്ത് ഇത് വെച്ച് കെട്ടിക്കോളി, മാറും. ചെയ്ത് നോക്കോണ്ടി.
അറിയാത്തവർക്ക് പറഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. അതെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരും ചെയ്യണവരുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യലുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും